ഹായ് ഓൾ, എല്ലാവർക്കും ഓഡിബിൾ ആണോ എന്നൊന്ന് റെസ്പോണ്ട് ചെയ്യുക. കേൾക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കേൾക്കാമോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. കേൾക്കാമോ? ഓഡിബിൾ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യുക. കേൾക്കാമോ എന്നൊന്ന് കമന്റ് ചെയ്യുക. കേൾക്കാമോ? എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? എല്ലാവർക്കും കേൾക്കാമോ? ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യുക. കേൾക്കാമോ എന്നൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും കേൾക്കാം. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആദ്യം അത് തന്നെ ചോദിക്കാം അല്ലെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം മാത്തമാറ്റിക്കൽ പോർഷൻ അതുപോലെ തന്നെ റീസണിങ്ങിന്റെ ഏരിയ ഒക്കെ കുറച്ച് നമുക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവാം. കാരണം കൂടുതലും ഒരു ട്രിക്കി ബേസ്ഡ് എന്നുള്ളതിൽ ഉപരി കുറച്ച് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി നേരം എടുക്കുന്ന ഫോമിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് അല്ലെ. എന്നിരുന്നാലും നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ടൈം കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. കാരണം അത് മനസ്സിലാക്കി എടുക്കാൻ തന്നെ, ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് നേരം എടുത്തിരുന്നു. കമ്പ്യൂട്ടറിന്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഈസി ആയിരുന്നു അല്ലെ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ നിങ്ങൾ ലാംഗ്വേജ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ലാംഗ്വേജ് നിങ്ങളെ കുഴപ്പിച്ച് കാണില്ല. കാരണം മലയാളം ഉണ്ടായിരുന്നു. എല്ലാ ലാംഗ്വേജസും മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ്സിന് അവിടെ ആക്ച്വലി വേറൊരു സെറ്റ് ആണോ നമ്മൾ ഓപ്റ്റ് ചെയ്തത് കാണാഞ്ഞിട്ടാണോ എന്നൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ നമ്മളുടെ ആ ക്വസ്റ്റ്യൻ സെറ്റിൽ തന്നെ നിങ്ങൾക്ക് പല കോമ്പിനേഷൻ ഓഫ് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതില് മലയാളം വലിയ കുഴപ്പമില്ല, ഹിന്ദിയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്, ബേസിക് ലെവൽ ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പിന്നെ നമ്മള് GKയുടെ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. കുറച്ചുകൂടെ ഒരു സിമ്പിൾ മോഡിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ ഇങ്ങനെയായിരുന്നു ഒരു ജനറൽ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അപ്പൊ നമ്മള് ഇനി ഇതിന്റെ അതായത് ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: given below is a question followed by two statements numbered 1 and 2. Each containing some information. Decide which of the statement is bar are sufficient to answer the question. So നിങ്ങൾക്ക് ഒരു കോഡ് ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ZUBEDA means you are beautiful. നമ്മളോട് ബ്യൂട്ടിഫുളിന്റെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് നോർമൽ ആയിട്ട് റീസണിങ് പഠിച്ച ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഇതിന്റെ കോഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തത് നീതു, who is Gaurav's daughter, says to Samiksha, your mother Sunita is the younger sister of my father, who is third child of Shubham. How is Shubham related to Samiksha? Right answer option 2 ആണ്, grandfather ആണ് right answer. നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ചാർട്ട് വരയ്ക്കുമ്പോൾ തന്നെ you will get your answer. Third question ലേക്ക് പോയാൽ, in the following question a relationship between different elements is shown in the statement followed by 3 conclusion. അതിന്റെ ബേസിസിൽ നമ്മളൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. W is less than or equal to X, X is greater than or equal to Y, Y is less than Z. ഇതില് ഏതാണ് ട്രൂ എന്നാ ചോദിക്കുന്നത്. So the right answer is 2 ആണ്. ഇവിടെ ഒന്നും എന്തല്ല, ട്രൂ അല്ല. നിങ്ങൾ ആ റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്യുമ്പോൾ you will get it. അടുത്ത ക്വസ്റ്റ്യൻ 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വെൻ ഡയഗ്രം വെച്ചിട്ട് വരയ്ക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെയാണ്: all gems are rocks, some rocks are minerals, all minerals are salts. So conclusion തന്നിട്ടുണ്ട്: some salts are gems, some minerals are gems, some rocks are gems, അതുപോലെ no salt is gem. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ എപ്പോഴും പറയുന്ന രണ്ട് വെൻ ഡയഗ്രം വരയ്ക്കുന്നുണ്ടെങ്കിൽ രണ്ടിലും കറക്റ്റ് ആയിരിക്കണം. ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. കാരണം വെൻ ഡയഗ്രംസ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ ഫിഗറിൽ കറക്റ്റ് ആയിട്ട് രണ്ടാമത്തേൽ കറക്റ്റ് ആവാത്ത കുറെ ഫോം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് റെപ്രസെന്റ് ചെയ്തപ്പോ ഓപ്ഷൻ 1 ആണ് ഇവിടെ, either 1 or 4 and conclusion 3 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 5 senior citizens are sitting on a bench. Q is not adjacent to R. T and P are adjacent to S. Who is in the middle of the row? T is not adjacent to R. Then if P and T interchange their position, how many are there between T and Q? നിങ്ങൾ അത് വരച്ചു നോക്കിയാൽ തന്നെ ആ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. 2 ആണ് റൈറ്റ് ആൻസർ. അടുത്തത് select the letter number cluster that will replace the question mark.
ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ? കാരണം നിങ്ങൾ ആദ്യത്തെ ഫിഗർ എടുത്ത് നോക്കുമ്പോൾ ABCDEFGHIJKLMNOPQRSTUVWXYZ അല്ലെ? ഓരോ ഫിഗർ വെച്ചിട്ട് അത് പോണത്. സോ ആദ്യത്തെ ആൽഫബറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതാ. അതാ ഞാൻ പറഞ്ഞേ, ചില റീസണിങ് ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, എന്നാൽ ചിലത് നമ്മളെ ഒരുപാട് ഇപ്പം 7th ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ക്വസ്റ്റ്യൻ ഫോം വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, Aman is standing at the gate of her home facing south. She rotates by 90 degree anti-clockwise and then rotates by 135 degree clockwise. Then she runs 6 kilometers straight and turning to her left, she runs for 40 kilometers. Finally, after walking 3 kilometers towards her right to reach a park, what is the shortest distance? Option 1 ആണ്, 41 ആണ്. നിങ്ങൾ അത് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യം, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു കോമൺ ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ആ കോമൺ ഏരിയന്റെ ഫിഗർ വരുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 13 ആണ് റൈറ്റ് ആൻസർ ആയി വരുന്നത്. അടുത്തത്, 5 houses are labeled as A, B, C, D and E. D is 60 meter to the south of A, C is 70 meter to the west of D, B is 90 meter to the south of D, E is 80 meter to the east of A. In which direction is E with respect to B? അതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ 4 ആണ്, നോർത്ത് ഈസ്റ്റ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, there are 5 friends, Shankar, Keshav, Nandan, Teja and Pratap. Shankar is shorter than Keshav but taller than Pratap. Nandan is tallest among them. Teja is shorter than Keshav but taller than Shankar. If the position of Teja is 30th from the tallest in a row of 40%, if they are standing in ascending order of their height, what is position of Keshav ആണ് ചോദിച്ചത്. റൈറ്റ് ആൻസർ 12th ആണ് വരുന്നത്. അടുത്ത ചോദ്യം, select the number that will replace the question mark in the following series. 14411098882 dash and the answer is option 4 ആണ്, 757 ആണ്. അടുത്ത ചോദ്യം ആവറേജ് ആണ്, അതായത് നമുക്ക് given below as a question, ഇതൊക്കെയായിരുന്നു കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയ. given below as a question followed by 2 statements numbered 1 and 2, each containing some information. Decide which statement is bar are sufficient to answer the question. What is Gayatri's age? Average of 10 and Gayatri's age is 4 less than Gayatri's age. Total age of Vinmayi and Gayatri is 54 and Vinmayi is Gayatri's mother. So the right answer option 3 ആയിരുന്നു. 1 മാത്രം മതി, നമുക്ക് 2യുടെ സഹായം ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, അതും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, the minute hand was showing north east, അതും ഒരു ട്രിക്കി ആയിരുന്നു. At 8:45 AM, a man started his journey at 4:30 AM in the direction of the hour hand of the clock. In which direction he started? അപ്പൊ അതിന്റെ റിവേഴ്സ് ഓർഡർ എടുത്താൽ മതി അല്ലെ? ഓപ്ഷൻ 2 സൗത്ത് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, study the following letter sequences and answer the question. നമുക്കൊരു ഓർഡർ തന്നിട്ടുണ്ട്. ആ ഓർഡറിൽ നമുക്ക് എന്താ ലാസ്റ്റ് 18 ലെറ്റേഴ്സിനെ റിവേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ലെറ്റർ ആണ് 6th letter to the left of 13th letter from the right end? റൈറ്റ് ആൻസർ is B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, one term in the following number series is wrong and find the wrong term. 48, 62, 78, 96, 118 and 138. റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയി അതിന്റെ ഡിഫറൻസ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ 116 ആയിരുന്നു വരേണ്ടത് അല്ലെ? 118 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ 118 is your wrong answer. അടുത്ത ചോദ്യം, നിങ്ങൾ പ്ലോട്ട് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. പ്ലോട്ട് ചെയ്ത് ടാബുലർ ഫോമിൽ ചെയ്യുമ്പോൾ you will definitely get this answer. SUPR, V, Q and T are colleagues ആണ്. Each of them have different designations. Field supervisor, caretaker, manager, senior assistant, storekeeper, accountant and cashier, not necessarily in the same order. There are 3 ladies, you are senior to V and you are junior to P only. The one who is caretaker is the senior most. S is manager and he is junior to Q, who is senior assistant. T is storekeeper, is senior to V and junior to S. R's female friend is a junior most. No lady is either cashier or caretaker. U is a girl and she is a field supervisor. Junior most in the group is not cashier. What is the designation of R? ഇത് നമ്മൾ ടാബുലർ ഫോമിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ cashier ആണ് റൈറ്റ് ആൻസർ. അടുത്തത് ഈസി ആയിട്ടുള്ളത് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത്
നമുക്ക് ആ ഒരു ഫോം ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 5 family members are sitting adjacent to each other in a row of 36 persons facing east. Puneet is left of Kader but right of Robert. Singh is right of Kader but left of Tizimo. If Tizimo is 13th from the north, then what's the position of Puneet from south end of the room? 27th ആണ് right answer. Next question. In a dinner party, a group of people were served both fish and meat. Some took only fish and some only meat. There were some vegetarians who did not accept either. The rest accepted both fish and meat. So which of the following Venn diagram best reflects the situation? Right answer is option 3. അടുത്ത ചോദ്യം, 2 statements are given below. These are labeled as assertion and reason. So assertion നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. Baking soda creates acidity in the stomach. Baking soda is alkaline. ഒരു പക്ക സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. Option 2 ആണ് right answer. A is false and R is true. Now you are given a question, 1.5 whole square plus 22.09. മാത്സിന്റെ അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റിയിലേക്കാണ് ഇവിടെ പ്രവേശിക്കുന്നത്. 3.8 the whole square minus 1.5 into 4.7 minus 3.8 into 4.7 plus 1.5 divided by 1.5 whole cube plus 4.7 whole cube plus 3.8 into 14.44 minus 4.5 into 4.7 into 3.8. Right answer is 0.1. Next question. A person bought a fan at a discount of 20% on its printed price. He now marks it 40% above the printed price and sells it by giving 15% discount to the marked price. What is his gain percentage? Right answer is option B, 48.75%. Next question. If the 5-digit number 974XY, ഇതൊരു SSC RRB ഒക്കെ ചോദിക്കുന്ന pattern question ആണ്, is divisible by 3, 7, 11. What is the value of x square plus y square plus xy? The right answer is option 2 ആണ് 84. Next question. Study the following table. ഇത് നമ്മളുടെ കുറച്ച് സമയം എടുക്കുന്ന ഒരു pattern question ആയിരുന്നു. Study the following table and answer the question. You are given a table. 80% of the total number of cars sold by the company during January, March and May is what percentage more than the total number of cars sold during February and June? Right answer is 29.6%. Next question. When article A is sold for rupees 2592, there is a loss of 19%. When article B is sold for rupees 5856, there is a profit of 22%. If both A and B are sold for a total of 83360, then what will be the percent loss bar gain? Right answer 4.5%. Next question. Train P running at a speed of 72 km per hour crosses train Q, whose length is 2/3 of the length of train P in 18 seconds. Train Q is running at 63 km per hour in the direction opposite to that of the train P. Train Q passes a platform in 32 seconds. What is the length of the platform? Right answer is 290. അടുത്ത ചോദ്യം, one diagonal of a rhombus is 6√3 cm and other diagonal is equal to its side. What is the area of the rhombus? Right answer is 18√3. Next question. Let x be the least number which when divided by 4, 6, 9, 18, 24 leaves 3 as remainder in each case and x is divisible by 11. What is the sum of the digit of x? Right answer is 12. അടുത്ത ചോദ്യം, നമുക്കൊരു ഫോം തന്നിട്ടുണ്ട്. If x is equal to 32 raised to minus 1 by 5 into 243 raised to 4 by 5 divided by 1296 raised to 3 by 4 and y is given as 3 by 2 raised to 3 whole raised to minus 1 into 2 by 3 whole raised to minus 3 plus minus 1 by 3 whole raised to minus 1 by 11 minus 0.1 whole raised to 1. So using the technique, നിങ്ങൾക്ക് വളരെ simplify ചെയ്തുകൊണ്ട് ചെയ്യാനായി സാധിക്കും അല്ലേ? Right answer 2 raised to minus 5 ആണ്. അടുത്ത ചോദ്യം, in the following series 2, 6, 30, 60, 130 x and y, what is the value of x plus y? x ഉം y ഉം കണ്ടുപിടിച്ചിട്ട് x plus y ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ പാറ്റേൺ എടുത്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. The compound interest on a certain sum for 2 years at 15% per annum is 4634. When the interest is compounded 8 monthly, what will be the simple interest on the same sum for same period and same rate? Right answer 3 ആണ് 4200.
Next question in a class, the ratio, ഇതും കുറച്ച് tricky ആയിട്ടുള്ള question ആയിരുന്നു കാരണം question വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി സമയം എടുത്തിരുന്നു. In a class, the ratio of the number of boys and girls is 4:5. Average height of boys is 156 centimeter and the average height of girls is 1.4 centimeter less than the average height of all boys and girls in the class. What is the average height of girls? Right answer 4 ആണ് 152.85. Next question. 9 plus 72 divided by 3 minus 2 into 3 minus 2 minus 3 divided by 5 plus 2 of 3 divided by 3 of 2 by 3 is equal to A by B. So A and B എന്ന് പറയുന്നത് co-primes ആണ്. So A minus B യുടെ value ആണ് ചോദിച്ചത്. That is nothing but 5. Option 1 ആണ്. അടുത്ത ചോദ്യം. Given that A is to B plus C is 3:5, B is to A plus C is 5:7, and A plus B plus C is equal to K, C is equal to 540, then what's the value of K? Right answer 25921. A by B plus C എന്നുള്ള ഫോമിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ you will get it. Next question. Anida saving are 16% of her expenditure. If her expenditure increases by 43.2% and saving increases by 30%, then by approximately what percentage does her income increase? Right answer is 4 ആണ് 41.4%. Next question. If root 35 plus 5 root 13 minus root 35 minus 5 root 13 by 3 minus root 10 is equal to A plus B root 10, then what's the value of A minus B? Right answer minus 7 ആണ്. അടുത്ത ചോദ്യം. 60% employees of a company are female. 25% of these females earn more than rupees 45,000 per month. If 45% of all the employees earn more than 45,000 per month, then the percentage of males earning 45,000 or less per month is option 4 ആണ് 25%. Next question. The ratio of spirit and water in two solutions A and B are 3:5, 2:3 respectively. They are mixed in the ratio 3:2. What is the percentage of spirit in the resulting solution? Right answer ഇവിടെ 38.5% ആണ് വരുന്നത്. പല ക്വസ്റ്റ്യൻസും അലിഗേഷൻ മിക്സ്ചർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന പാറ്റേണിൽ തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം. A can do a certain work in 36 days. ഇതും കുറച്ച് സമയം എടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. B is 33 1/3% less efficient than A. ഇതും SSC RRB pattern question ആയിരുന്നു. They started the work together, but A left 4 days before the completion of the work. In how many days was the whole work completed? Right answer is option 4 ആണ് 24. Question. Pipes A and B can fill a tank in 8 hours and 20 hours respectively. Pipe C is an outlet pipe. All the 3 pipes are opened. Tanks and cistern pipes മുതലായ area എന്നുള്ള question ആണ്. 3 pipes are open for 3 hours and 40% of the tank got filled. In how many hours will pipe A and C together fill the remaining part of the tank? Right answer is 7 1/5 ആണ്. അടുത്തത് വളരെ സിമ്പിൾ ആയി ഞാൻ മുമ്പേ പറഞ്ഞു അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കമ്പ്യൂട്ടറിൻ്റെത്. മാത്സ് ആണ് നിങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടാവുക. റീസണിങ് ചില ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഈസി ആയിരുന്നു അല്ലെ. യെസ്. Which one of the following should not be considered as a cyber crime? Option 1 ആണ് picking up 100 new and empty pen drives from a stall and running away without making payment. അടുത്തത് which of the following is the smallest unit of data in a computer? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ബിറ്റ് ബൈറ്റ് അല്ലേ. യെസ്. ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ബിറ്റ് ആണ്. അടുത്ത ചോദ്യം. It is an easy to use online tool available to create digital presentation containing text, image, illustrations and videos. Right answer Google Slides ആണ്. അടുത്ത question. In the computer context of computer networks, TCP bar IP എപ്പോഴും നമ്മൾ പഠിക്കുന്ന ട്രാൻസ്മിഷൻ അല്ലേ. യെസ്. Which one is the default file extension of the latest version of MS Excel spreadsheet? Yes. .xlsx ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. Dash is a processed organized വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ and structured data that has been given context and meaning. Option 4 information ആണ് റൈറ്റ് ആൻസർ. അടുത്ത question. Out of the following, Dash software helps to protect computer system from malware? Option 3 antivirus ആണ് റൈറ്റ് ആൻസർ. Which of the following will be considered as a good password for an online account keeping cyber safety network? നമ്മൾ എപ്പോഴും നമ്മൾ കൂടുതൽ ഡിജിറ്റൽ ഫ്രെയിംവർക്ക് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഫിൽ ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം.
Dash is the most widely used software which helps to view and explore text, picture and video content on the World Wide Web. Right answer option 2 browser ആണ്. Next question. Which among the following is an application software? LibreForce Office ആണ് ഇവിടെ application software ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. Dash is an input device that creates a digital image of a paper document. Scanner ആണ് right answer. അടുത്തത്. It helps in assessing, editing, storing and allowing collaboration on documents online. Right answer Google Drive ആണ്. അടുത്ത question. Which among the following is an output device? വളരെ simple question അല്ലേ? Plotter ആണ് output device. ഇനി which of the following is the full form of URL? URL നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ടെർമിനോളജീസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഈ TCP URL ഒക്കെ അല്ലേ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്തത് ഏതാണ് ഇൻവാലിഡ് ആയിട്ടുള്ള IP അഡ്രസ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഫസ്റ്റ് വൺ ആണ്. അടുത്ത ചോദ്യം. A system in which participants in different locations are able to communicate with each other. എന്ത് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? വീഡിയോ കോൺഫറൻസ് ആണ്. അടുത്തത്. which of the following is an example of a system software? Device driver ആണ് system software. Next question. The main bar primary memory of a computer is called. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? RAM ആണ്. മറ്റേത് ഏതാണ്? ROM, read only memory അല്ലെ? The random access memory. Shortcut key to find and replace options in Windows. See, ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. ഉത്തരം അറിയില്ലെങ്കിലും നമ്മൾ ടൂവിൽ തന്നെ വന്ന് നിൽക്കും. വേറെ ഒന്നും നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ ഇല്ല. അതാ പറഞ്ഞ കമ്പ്യൂട്ടർ വാസ് ഈസി അല്ലെ? മറ്റുള്ളതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. Which of the following is an example of an open source operating system? Ubuntu ആണ് right answer. നമുക്കിനി GK പോകാം. So GK ഏരിയയിൽ which of the following fundamental rights is available to both citizens and non-citizens? Option B, right to life and personal liberty ആണ് right answer. അടുത്ത ചോദ്യം. In the ecological pyramid of biomass, which of the following organism is the lowest biomass? Option 2, tertiary consumer ആണ് വരുന്നത്. Next is which of the following physical quantity is represented by scalars? Temperature ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അടുത്തത്. which of the following statement is incorrect about ULLAS scheme, also known as New India Literacy Program? Option 4 ആണ്. Implementation of ULLAS is only in online mode. അടുത്തത്. which of the following river is known as Soar of Bihar? അത് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നതാണ് അല്ലെ? കോശി ആണ് right answer. Which of the following pairs won the Sahitya Academy Yuva Puraskar 2025 in Bengali language? Option 1 ആണ് right answer. അടുത്ത ചോദ്യം. Match United Nations International Year themes or topic column A with column B. So A gets matched with 3 ആണ്, B gets with 4, C gets with 1 and D gets with 2 ആണ്. അടുത്ത ചോദ്യം ഒരു match the following ആയിരുന്നു. So ഇതും നമുക്ക് കുറച്ചൊരു ബേസിക് ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ആണെന്ന് നമുക്ക് പറയാം അല്ലെ? A connects with 4, B connects with 1, C with 3 and D with 2 ആണ്. അടുത്ത ചോദ്യം. The Battle of Alaboy was fought between which of the following? Right answer option 2 ആണ്. ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ? അത് അഹം കിങ്ഡം ആൻഡ് മുഗൾസ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. Consider the following statements regarding 2025 Wimbledon Law Tennis Championship. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ എയും ഡിയും, അതായത് മെൻ സിംഗിൾ ടൈറ്റിൽ വാസ് won by a player from Italy and Roger Federer has won the men's single trophy highest number of times. ഇത് രണ്ടുമാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. Consider the following statements about Mission Mosam. Right answer option B മാത്രമാണ്. It's a project of the Ministry of Earth Science ആണ്. അടുത്ത question. According to the Global Energy Review 2025, which of the following are the top 2 coal consuming countries in the world? Right answer നമുക്ക് പറയാതെ തന്നെ അറിയാം, ചൈന ആൻഡ് ഇന്ത്യ ആണ് അല്ലെ? Next question. After the revolt of 1857, Bahadur Shah Zafar was sentenced to life imprisonment and sentenced to which prison? Rangoon jail ആണ് right answer. അടുത്ത question. Consider the following statements about IGST. GST ഫോം അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് പല ഫോംസിൽ നമുക്ക് ഉണ്ട്, 2017 വന്നത് അല്ലെ, പല ഫോംസിലുണ്ട്. സോ IGST എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് GST ആണ്. ആൻഡ് ബേസിക്കലി അത് ഗുഡ്സ് ആൻഡ് സർവീസസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമല്ല വരുന്നത്, സെൻട്രലിനും കൂടെ നമ്മൾ ഡിവിഷൻ ചെയ്യണം.
അടുത്ത question, Indonesia is included in the list of G20. Indonesia has a parliamentary system like India and the president is elected indirectly. A ആണ്, അതായത് ഓപ്ഷൻ 3 എ മാത്രമാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, UNDP measures gender social norm index as part of human development. Which of the following is not among the 4 dimensions? Very simple question. Reproductive ആണ്. അടുത്ത question, which of the following is a solid solution? Option 2 ആണ് right answer. Copper dissolved in a gold ആണ്. Next question, which of the following domain is placed under the standard professional growth and development in the National Professional Standard for Teachers, a guiding document brought out by National Council for Teacher Education? Right answer option 4 ആണ് learning needs. At the question, setting up of the Interstate Council in 1990 was a result of the recommendations of which of the following commission? Right answer option 4 ആണ് Sarkariya Commission. Now let's move on to the next question. West Bengal is a winner National Football Championship. മെന്നുമായി റിലേറ്റ് ചെയ്യുന്ന question ആണ്. So the right answer, West Bengal is a winner of 2024-25 National Football Championship for men. അതുപോലെ West Bengal are the most successful team in the history of National Football Championship for men, having won 33 titles. Next question. അടുത്തത് ലാംഗ്വേജിന്റെ ഏരിയ. ലാംഗ്വേജും കുറച്ച് സിമ്പിൾ ആയിരുന്നു അല്ലെ. അവിടെ I think I met you at the grocer shop. Percentage എന്നുള്ളതായിരുന്നു തെറ്റ് അല്ലെ. അതേപോലെ റീഅറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. റൈറ്റ് ആൻസർ CDAB. When I asked the stranger who he was, he sped away without leaving a trace. അതാണ് റൈറ്റ് ആൻസർ. അടുത്ത fill in the blank with the correct preposition. The family once reasonably prosperous is now stepped in poverty ആണ് റൈറ്റ് ആൻസർ. ചിലപ്പോൾ വിത്ത് എഴുതാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരും, ഇന്നാണ്. Fill in the blanks with an appropriate article. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ആവശ്യം. The other day I got busy and had late lunch at home. At the question, choose the word nearest in meaning to the given word. Right answer destitution. The right answer poverty ആണ്. അടുത്തത്, choose the option in which given sentence has been correctly changed from active to passive. അതൊരു simple question ആയിരുന്നു അല്ലെ. Who taught you English at the college level? By whom were you taught English at the college level? Next question. Choose the meaning of the underlined idiom from among the given option. Right answer, there is no love lost between the two brothers. Dislike each other എന്നുള്ളതാണ് right answer. അടുത്ത ചോദ്യം, identify the clause of the underlined part in the sentence. The person who was wearing a long loose coat is my long lost friend from college days. Adjective clause ആണ് വരുന്നത്. അടുത്ത question, choose the word opposite in the meaning of the given word. Gaudi. Drab ആണ് right answer. അടുത്ത question, in the given sentence, choose the option which correctly identify the parts of the speech of the underlined word. Noun ആണ് അവിടെ വരുന്നത്. അടുത്തത് നമുക്ക് ലാംഗ്വേജ് കോമ്പറ്റൻസി ആയിരുന്നു. ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളമാണ്. ഹിന്ദി ഉണ്ടായിരുന്നു, തമിഴ്, ഉറുദു, എല്ലാ ലാംഗ്വേജും, ഒഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അതിലെ മലയാളമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. താഴെ കൊടുത്തവയിൽ അകാരിത ക്രിയ ഏത്? റൈറ്റ് ആൻസർ പറയുന്നു എന്നുള്ളതാണ്. വാചകമടി, അത് നമുക്ക് പെട്ടെന്ന് കിട്ടൂലേ, അധര വ്യായാമം എന്നുള്ളത് കൊണ്ട് നമുക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അരിയെത്തുക എന്ന ശൈലിയുടെ അർത്ഥം മരിക്കുക എന്നുള്ളതാണ്. അടുത്തത്, താഴെ കൊടുത്തവയിൽ സംഖ്യാഭേദകം വരുന്നത് ഇരുകാലിയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുതിര എന്ന അർത്ഥം വരാത്ത പദം പരഭൃതം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ക്രിയയിൽ നിന്നുണ്ടായ നാമമേത്? ചാട്ടമാണ്. താഴെ കൊടുത്തവയിൽ തത്സമ പദമേത്? അത് മയൂഖമാണ്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഭൗതികം. ഗായകൻ എന്ന, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗായിക അല്ലെ. വീട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം സധനാണ് ശരിയായ ഉത്തരം. ഒരു 100 ക്വസ്റ്റ്യൻസോളമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള. 100 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് അല്ലെ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഏരിയയും വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സിന്റെ ഏരിയ ആണെങ്കിൽ കുറച്ച് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട്, അതല്ലെങ്കിൽ ചെയ്ത് നോക്കാനായിട്ട് ഉണ്ടായിരുന്നു അല്ലെ. റീസണിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചാൽ റീസണിങ്ങും എളുപ്പമായിരുന്നു. ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട, പേപ്പർ കണ്ടപ്പോഴും പേപ്പർ ചെയ്തപ്പോഴും അച്ഛൻ ചെയ്തപ്പോഴും
ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പേപ്പറാണ്. ടൈം വളരെ ഷോർട്ട് ആയിരുന്നു അല്ലെ, ഒരു 9:30 മുതൽ 11:30 വരെ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു നമ്മളുടെ ടൈം. ഒരു 2 മണിക്കൂറായിരുന്നു സമയം ഉണ്ടായിരുന്നത്. ആ 2 മണിക്കൂറിന്റെ അകത്ത് ഈ 100 ചോദ്യങ്ങൾ അറ്റംപ്റ്റും ചെയ്യണം, മാത്രമല്ല നെഗറ്റീവും അല്ലെ. അപ്പൊ നമ്മളെ കുഴപ്പിച്ച ഒരു ഏരിയ ആയിരുന്നു. എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ, നമുക്കൊരു മോഡറേറ്റ് ലെവൽ എക്സാം എന്നൊക്കെ വേണമെങ്കിൽ ടയർ 1 എക്സാമിനെ പറയാം അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച്. ഓക്കെ ആയിരുന്നോ, ഏത് ഏരിയ ആയിരുന്നു ടഫ് എന്നതിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണം. സോ ഞങ്ങള് ഇവിടെ എന്താണ് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് നമ്മളിവിടെ 100 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ ആണ് ചർച്ച ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻട്രിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേഷൻസ് കിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെ ടയർ 2ലേക്ക് സെലക്ടഡ് ആകാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്നും ടീം എൻട്രി ആത്മാർത്ഥപരമായിട്ട് ആശംസിക്കുകയാണ്. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.